കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഹെബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 39-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: പിന്മാറി നശിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, കർത്താവിൽ നിന്നും പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അകപ്പെടാതെ കർത്താവിന്റെ സന്നിധിയിൽ മടങ്ങി വരുവാൻ ദൈവം ആഹ്വാനം ചെയ്യുകയാണ്. കർത്താവിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ, പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാൻ, ദൈവ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്, അനുഗ്രഹം പ്രാപിക്കുവാൻ. സ്നേഹമുള്ളവരെ, കർത്താവിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ ഒരിക്കൽ പോലും മനസ്സു കാണിക്കാതെ പിന്മാറിപ്പോയ യൂദാസിനെ തിരുവചനം വ്യക്തമാക്കുന്നു. അവൻ മടങ്ങി വരാതെ, തെറ്റ് ഏറ്റുപറയാതെ അവൻ നാശത്തിലേക്ക് പോയി, അവൻ മരണമടഞ്ഞു. എന്നാൽ ദൈവം സ്നേഹമാണ്. ആരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുള്ളവരാണ് അധികവും. എന്നാൽ ആ കരുണാമയനായ ദൈവം ആഗ്രഹിക്കുന്നു പാപങ്ങൾ ഏറ്റുപറഞ്ഞ് തിരികെ വരിക. മാനസികമായും ശാരീരികമായും നമ്മൾ തളരുമ്പോൾ, ആകുലപ്പെടുമ്പോൾ, വിഷമിക്കുമ്പോൾ കർത്താവ് പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമ്മെ കരുതുന്ന കർത്താവായ യേശുവിന്റെ കരങ്ങൾ ഇന്നും കുറുകിപ്പോയിട്ടില്ല. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവിന്റെ കാതുകൾ ഇനിയും മന്ദമായിട്ടില്ല. നമുക്ക് വിശ്വാസത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു ചെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുതുന്ന കർത്താവിൻ കരങ്ങളിന്നും കുറുകിപ്പോയിട്ടില്ലല്ലോ. കേൾക്കുന്ന കാതുകൾ ഇന്നുവരെയും മന്ദമായിട്ടില്ലല്ലോ. കരുതുന്ന കർത്താവിൻ കരങ്ങളിന്നും കുറുകിപ്പോയിട്ടില്ലല്ലോ. കേൾക്കുന്ന കാതുകൾ ഇന്നുവരെയും മന്ദമായിട്ടില്ലല്ലോ. അവിടുന്ന് പറയുന്നു, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. നാം വിശ്വാസത്തോടെ കടന്നു ചെല്ലുമെങ്കിൽ നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും അവിടുന്ന് ഉത്തരം നൽകും. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കും. കാരണം കർത്താവ് ഇന്നും എന്നും നമ്മോട് കൂടെയുണ്ട്. വിശ്വാസത്തോടുകൂടി അവിടുത്തെ സന്നിധിയിൽ നമുക്ക് കടന്നു ചെല്ലാം. പരിഹാരമുണ്ട് പരദേശിയെ നിന്റെ പ്രശ്നങ്ങൾക്ക്. ഹല്ലേലൂയ. പരിഹാരമുണ്ട് പരദേശിയെ നിന്റെ പ്രശ്നങ്ങൾക്ക്. ഉത്തരമുണ്ട് വിശ്വാസിയെ നിന്റെ പ്രാർത്ഥനയ്ക്ക്. ഉത്തരമുണ്ട് വിശ്വാസിയെ നിന്റെ പ്രാർത്ഥനയ്ക്ക്. കരുതുന്ന കർത്താവിൻ കരങ്ങളിന്നും കുറുകിപ്പോയിട്ടില്ലല്ലോ. കേൾക്കുന്ന കാതുകൾ ഇന്നുവരെയും മന്ദമായിട്ടില്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ നാം പതറിപ്പോകാതെ, തളർന്നു പോകാതെ കർത്താവിന്റെ സന്നിധിയിൽ നാം കടന്നു ചെല്ലുമെങ്കിൽ അവിടുന്ന് പുതുകൃപകളാൽ നമ്മെ നയിക്കും. അനുഗ്രഹത്താൽ അവിടുന്ന് നമ്മെ ഇന്നും എന്നും നിലനിർത്തും. നമ്മുടെ ജീവിതത്തിൽ കാണാത്ത വൻകാര്യം അവിടുന്ന് കാണിച്ചു തരും. നമുക്ക് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടുകൂടി കർത്താവിന്റെ സന്നിധിയിൽ കടന്നു ചെല്ലാം. നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. തളർന്നിടല്ലേ, നിറച്ചിടും അവൻ പുതു കൃപകളാലേ. ഹല്ലേലൂയ. പതറിടല്ലേ,
കരുണിച്ചിടും അവൻ പുതു കൃപകളാലേ ഇന്നേ വരെ കാണാത്തതാം വൻകാര്യം കാണിച്ചിടും. ഓ എന്റെ യേശുവേ, ഇന്നേ വരെ കാണാത്തതാം വൻകാര്യം കാണിച്ചിടും. കരുതുന്ന കർത്താവിൻ കരങ്ങളിന്നും കുറുകിപ്പോയിട്ടില്ലല്ലോ. കേൾക്കുന്ന കാതുകൾ ഇന്നുവരെയും മന്ദമായിട്ടില്ലല്ലോ. നമ്മുടെ മുമ്പിലുള്ള സകല പർവ്വതങ്ങളാകുന്ന പ്രശ്നങ്ങളും നമ്മുടെ കർത്താവായ യേശു ഇന്ന് പരിഹരിക്കും. കർത്താവ് പറയുന്നു, വിശ്വാസത്തോടെ നീ പ്രാർത്ഥിക്കുമെങ്കിൽ ഈ മലകൾ മാറിപ്പോകും. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നമ്മുടെ കർത്താവ് കടന്നു വരും. ഓ യേശു, ഇന്നു നീ കാണും പർവ്വതങ്ങൾ എന്നും നീ കാണുകയില്ല. ഇന്നു നീ കാണും പർവ്വതങ്ങൾ എന്നും നീ കാണുകയില്ല. സമഭൂമിയാകും അതു വേഗത്തിൽ കൃപയാൽ തന്നെ. ആമേൻ, ഹല്ലേലൂയ. സമഭൂമിയാകും അതു വേഗത്തിൽ കൃപയാൽ തന്നെ. കരുതുന്ന കർത്താവിൻ കരങ്ങളിന്നും കുറുകിപ്പോയിട്ടില്ലല്ലോ. കേൾക്കുന്ന കാതുകൾ ഇന്നുവരെയും മന്ദമായിട്ടില്ലല്ലോ. കരുതുന്ന കർത്താവിൻ കരങ്ങളിന്നും കുറുകിപ്പോയിട്ടില്ലല്ലോ. കേൾക്കുന്ന കാതുകൾ ഇന്നുവരെയും മന്ദമായിട്ടില്ലല്ലോ. ഇന്ന് കർത്താവിന്റെ കരം നിങ്ങളെ ഏവരെയും സഹായിക്കുകയും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.